Hi friends, once again welcome back to EduTutor. IGNOU യൂണിവേഴ്സിറ്റിയുടെ MEG 10 ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ ഇതിൽ ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 1 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി പാർട്ട് 1 ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1ഉം 2ഉം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. 3ഉം 4ഉമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. Question number 3. Would it be correct to say that finally English has changed from a language of the colonial masters to a language of the privileged in India today? Give reasons in support of your answer. അവസാനം ഇംഗ്ലീഷും കൊളോണിയൽ യജമാനന്മാരുടെ ഭാഷയിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ വിശേഷ അധികാരം ഉള്ളവരുടെ ഭാഷയായി മാറി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവന ശരിയാണോ? കാരണങ്ങൾ എഴുതാനാണ് പറയുന്നത്. The evolution of English in India. It would be correct to say that English has transitioned from being a language of the colonial masters to a language of the privileged in India today. This shift is evident in the way English is perceived and utilized in contemporary Indian society. ഇന്ത്യയിൽ ഇംഗ്ലീഷിൻ്റെ പരിണാമം വളരെ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് നമ്മുടെ ചോദ്യത്തിൽ നടത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് അല്ല മാറിയിട്ടുള്ളത്, പക്ഷെ എന്താ, ഈ ഭാഷ സമകാലിക ഇന്ത്യൻ സമൂഹം മനസ്സിലാക്കുകയും ഇതിന് ഉപയോഗിക്കുന്ന രീതിയിലൊക്കെയാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഈ ആൻസറിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷ് ആസ് എ സിംബൽ ഓഫ് പ്രിവിലേജ്. ഇൻ മോഡേൺ ഇന്ത്യ, English has become a symbol of social status, economic power, and access to opportunities. Proficiency in English is often associated with better education, job prospects, and social mobility. This perception has led to a growing demand for English medium education, particularly among the aspiring middle class. നമ്മുടെ ആധുനിക ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഒരു പ്രിവിലേജ് ഇഷ്യൂ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സമൂഹത്തിൽ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറവായിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. എന്താ പറയുക, സാമ്പത്തികമായിട്ട് നമുക്കിപ്പോൾ പൈസ ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല. അതിനേക്കാട്ടിലും ഉപരിയായിട്ട് നമ്മളുടെ സ്റ്റാറ്റസ് അളക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത, ഇംഗ്ലീഷ് എന്ന ഭാഷ നമുക്ക് എത്രത്തോളം അറിയാം, ഇതൊക്കെയാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖല, ജോലി സാധ്യതകൾ, ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ധാരാളം പ്രാധാന്യം നൽകുന്നുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് നിലവിൽ എന്താ പറയുക, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ്. Access to global opportunities. English has also become a key to accessing global opportunities, including higher education, business, and international communication. Indians who are fluent in English have a competitive edge in the global job market, which has further solidified the language's പൊസിഷൻ ആസ് എ മാർക്കർ ഓഫ് പ്രിവിലേജ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് തന്നെയാണ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. കൂടുതൽ ആളുകളും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ജീവിതശൈലിയൊക്കെയാണ് അല്ലേ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുക, ആദ്യം തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പോകും. അത് ബിസിനസ്സിനായാലും ഹയർ എഡ്യൂക്കേഷനിലായാലും ഇൻ്റർനാഷണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. എക്കണോമിക് അഡ്വാൻറ്റേജസ്.
The economic benefits of knowing English are undeniable. Many multinational companies and organizations require employees to be proficient in English, and those who possess this skill are often rewarded with better job opportunities and higher salaries. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അതൊരു തള്ളിക്കളയാൻ പറ്റാത്തൊരു വിഭാഗം തന്നെയാണ്. ഇംഗ്ലീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങളുണ്ടാകും. ഇത് എങ്ങനെയെന്നല്ലേ, ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവൻ്റായിട്ട് അറിയുക എന്നതുകൊണ്ട് മൾട്ടിനാഷണൽ കമ്പനീസും അതുപോലെ ഓർഗനൈസേഷൻസും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ജോലിയിൽ പൊസിഷൻസ് ലഭിക്കാനായിട്ടുള്ള ഒരു സാധ്യത തുറന്നു തരുന്നുണ്ട്. അപ്പോൾ ഇത് മുഖേന എന്താ സംഭവിക്കുന്നത്, സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നേറാനായിട്ട് സാധിക്കും. സോഷ്യൽ ഡിവൈഡ്. However, this emphasizes on English has also created a social divide. Those who have access to quality English education and can afford it are more likely to succeed in life, while those who do not have access to such resources are often left behind. This divide is particularly evident in rural areas and among marginalized communities. സാമൂഹിക വിഭജനം. ഇത് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, നമുക്ക് തന്നെ നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിഭജനം. വിദ്യാഭ്യാസം ഉള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർക്ക് സാധാരണ ജനങ്ങളിൽ നിന്നും ഒരു പ്രത്യേക പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ ലഭിക്കുന്നുണ്ട്. അത് കൂടുതലായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലൊക്കെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. Language of the elite. In India today, English is largely the language of the elite, including the educated, the wealthy, and those in positions of power. While it has become a unifying force among Indians from different regions and linguistic backgrounds, it has also created a sense of exclusivity and privilege. വരേണ്യവർഗത്തിൻ്റെ ഭാഷ, എലൈറ്റ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എലൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിക്കും ഒരു സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ മേൽത്തട്ടിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എന്നൊക്കെയാണ്. പല പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ഉപാധിയായി ഇംഗ്ലീഷ് ഭാഷയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഒരുമിച്ച് കൂടിയിരുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലീഡേഴ്സിനൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ, പക്ഷെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ മലയാളിയും അതുപോലെ ഒരു മറാഠി അറിയുന്ന ഒരു മാർവാടി അവർ തമ്മിലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഭാഷയുടെ ഒരു ബാരിയർ നമുക്ക് തടസ്സം കാരണം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ലായിരിക്കും അല്ലേ. പക്ഷെ കോമൺ ആയിട്ടൊരു ലാംഗ്വേജ് നമുക്ക് അറിയാമെങ്കിലോ അത് ഈസി ആയിരുന്നു. അങ്ങനെ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് ഭാഷ. കൺക്ലൂഷൻ. In conclusion, English has indeed transitioned from being a language of the colonial masters to a language of the privileged in India. Its association with the social status, economic power, and access to opportunities has made it a highly valued skill. However, this has also created a social divide, and efforts are needed to ensure that the benefits of English are accessible to all regardless of their socio-economic background. ഇംഗ്ലീഷ് ഭാഷയെ വിശേഷിപ്പിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പദവിയുള്ള അവരുടെയൊക്കെ ഒരു ഭാഷയായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷേനെ കണക്കാക്കുന്നത്. എന്നിരുന്നാലും ഈ ഭാഷ ഒരു സാമൂഹിക വിഭജനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഭാഷ എന്നതുകൊണ്ട് ഒത്തിരി അതറിയുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൺക്ലൂഡിങ് പാർട്ടിൽ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4.
Do you agree that English is associated with the value system of imperialism in the 20th century? Support your answer with examples. 20-ാം നൂറ്റാണ്ടിലെ സാമ്രാജ്യത്വത്തിൻ്റെ മൂല്യവ്യവസ്ഥയുമായിട്ട് ഇംഗ്ലീഷ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉദാഹരണം സഹിതം ഉത്തരം എഴുതണം. ഇംഗ്ലീഷ് ആൻഡ് imperialism. I agree that English is associated with the value system of imperialism in the 20th century. The legacy of colonialism and the role of English as a tool of imperialism have had a lasting impact on the way the language is perceived and utilized. തീർച്ചയായിട്ടും ചോദ്യത്തിൻ്റെ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നുണ്ട്. കൊളോണിയലിസത്തിൻ്റെ പൈതൃകവും സാമ്രാജ്യത്വത്തിൻ്റെ ഉപകരണം എന്ന നിലയിൽ ഇംഗ്ലീഷിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയെ ഗ്രഹിക്കുന്നതിലും ഉപയോഗപ്പെടുത്തുന്നതിലും നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കൾച്ചറൽ imperialism. English was imposed on colonized countries as a means of cultural imperialism, aiming to supplant indigenous cultures and languages with Western values and norms. This process of cultural imperialism has led to a complex relationship between English and the colonized cultures, with many Indians viewing English as a symbol of Western dominance. സാംസ്കാരിക സാമ്രാജ്യത്വം എന്നൊക്കെയാണ് ഇതിനെ നമ്മൾ കൾച്ചറൽ ഇമ്പീരിയലിസത്തിന് പറയുന്നത്. യൂറോപ്യൻ സാമ്രാജ്യത്തിൻ്റെ കൾച്ചറും ഭാഷയും ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ ഭാഷയെയും അതിൻ്റെ സംസ്കാരത്തെയും റീപ്ലേസ് ചെയ്യുകയാണ് യൂറോപ്യൻസ് ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഭാഷയ്ക്ക് പകരം അവരുടെ ഭാഷ നമ്മളെ പഠിപ്പിക്കാനായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷ യൂറോപ്യൻസ് ഇന്ത്യൻസിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെ യൂറോപ്യൻസിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നതും. ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടി ലാംഗ്വേജസ് ഉള്ള ഒരു കൺട്രിയാണ്. പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ മദർ ടങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യൻസിൻ്റെ അല്ല, യൂറോപ്യൻസിൻ്റെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഷ, ഇംഗ്ലീഷ് ഭാഷ യൂറോപ്യൻസിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത് എന്ന്. പവർ ഡൈനാമിക്സ്. The association of English with imperialism is also evident in the power dynamics at play. During the colonial era, English was the language of the rulers, and proficiency in English was a key factor in determining one's social status and access to power. This legacy continues to influence the way English is perceived and utilized in post-colonial societies. ഇംഗ്ലീഷ് ശരിക്കും ഇന്ത്യയിൽ വന്നതിന് ശേഷം അതൊരു അധികാരത്തിൻ്റെ ഒരു അധികാര ശൈലി തന്നെയാണ് പ്രതിഫലിക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ ഇംഗ്ലീഷായിരുന്നു ഭരണാധികാരികളുടെ ഭാഷ. ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസിയാണ് ശരിക്കും അന്നൊക്കെ ഓരോ വ്യക്തിയെയും സാമൂഹിക പദവിക്കും അധികാരത്തിലേക്കൊക്കെയുള്ള പ്രവേശനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഇംഗ്ലീഷ് ഭാഷയുടെ ഫ്ലുവൻസി നോക്കിയിട്ടാണ്. പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുകയും അതിൻ്റെ ഉപയോഗ രീതിയെയൊക്കെ കുറേ അധികം മാറ്റിമറിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ്. For instance, the emphasis on English education in India during the colonial era was designed to produce a class of Indians who were English in taste, in opinions, in morals, and in intellect. This approach aimed to create a lower class of Indians who would serve the British Empire. Even today, English is often associated with Western values, modernity, and progress. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തന്നെ എടുക്കാവുന്നതാണ് അല്ലേ? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യം ഇന്ത്യയിലുള്ളത് മെയിനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ മീഡിയേറ്റേഴ്സിനെ കുറിച്ച് തന്നെ പറയാം. മീഡിയേറ്റേഴ്സായിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഒരു ജനതേനെ തന്നെ മീഡിയേറ്റേഴ്സായിട്ടായിരുന്നു യൂറോപ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
നിങ്ങൾക്ക് അതൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി അതൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻസ് എന്താ പറയുന്നത്, ഈ മീഡിയേറ്റേഴ്സ് ഇംഗ്ലീഷ് രുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഉള്ള ഒരു വിഭാഗം ആൾക്കാരായിരിക്കണം. അവർ യൂറോപ്യൻസ് അല്ല, ഇന്ത്യക്കാർ തന്നെയാണ്. പക്ഷെ അവരുടെ ബുദ്ധിയും അവരുടെ രുചിയും എല്ലാം തന്നെ ഇംഗ്ലീഷ് എന്ന ഒരു ആസ്പെക്റ്റിലായിരിക്കണം. സോ കോൾഡ് മീഡിയേറ്റേഴ്സ് ആണ് അവർ. ഓക്കെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സേവിക്കുന്ന വിശ്വസ്തരായിട്ടുള്ള ഒരു ഇന്ത്യക്കാരെ സൃഷ്ടിക്കാനായിരുന്നു ശരിക്കും ഈ യൂറോപ്യൻസിൻ്റെ ഒരു ലക്ഷ്യം. ഇന്നും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് യൂറോപ്യൻസിൻ്റെ മൂല്യങ്ങൾ, ആധുനികത, പുരോഗതി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. Resistance and appropriation. However, it is also important to note that colonized cultures have resisted and appropriated English in various ways. Many Indian writers, for example, have used English to express their own experiences, cultures, and perspectives, challenging the dominant Western narratives. പ്രതിരോധവും വിനിയോഗവും. കോളനിവൽക്കരിക്കപ്പെട്ട സംസ്കാരങ്ങൾ ഇംഗ്ലീഷിനെ വിവിധ രീതിയിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്, പല ഇന്ത്യൻ എഴുത്തുകാരും അവരുടെ സ്വന്തം അനുഭവങ്ങളും സംസ്കാരങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൺക്ലൂഷൻ. In conclusion, the association of English with the value system of imperialism is complex and multifaceted. While English has been imposed on colonized cultures as a means of cultural imperialism, it has also been appropriated and resisted by those cultures. Understanding this complex history is essential to appreciating the role of English in contemporary Indian society. കൺക്ലൂഷനിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ ഞാൻ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റൊക്കെ അനുസരിച്ചിട്ടായിരിക്കും എൻ്റെ വീഡിയോ ഒന്ന് ഞാൻ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, സോ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ, ഇന്ത്യ ഒരു കാലത്ത് ഇംഗ്ലീഷ് ഭാഷ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം അതേ ഭാഷ ഉപയോഗിച്ച് തന്നെയാണ് യൂറോപ്യൻസിനെ ചേർത്ത് നിർത്തുകയും അവർക്കെതിരെ വെല്ലുവിളികളൊക്കെ ഉയർത്തുകയും ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുകയാണ്. യൂറോപ്യൻസിൻ്റെ ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യൻസ് എന്ത് ചെയ്തു, നമ്മളത് പഠിച്ചെടുത്തു. നമുക്കതൊരു ആവശ്യമാണ് നമ്മുടെ ഡെവലപ്മെൻറ്റിന് എന്ന് നമുക്ക് തോന്നി. നമ്മളത് പഠിച്ചെടുക്കുകയും അതിൽ ലിറ്ററേച്ചേഴ്സ്, ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ലിറ്ററേച്ചേഴ്സ് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻസിന് എപ്പോഴാണോ മനസ്സിലായത് ഇവർ നമ്മളെ പറ്റിക്കുകയാണ്, ഇവരുടെ സ്വാർത്ഥമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇന്ത്യൻസ് എന്ത് ചെയ്തു, ഇന്ത്യൻസ് ഒരു വിഭാഗം ആൾക്കാർ ഇനി ഇംഗ്ലീഷ് ഭാഷ ഞാൻ സംസാരിക്കില്ല, ഞാൻ എഴുതില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിച്ചു. എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാർ പ്രതിഷേധിച്ചു കേട്ടോ. എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാർ ഇംഗ്ലീഷ് ഭാഷ തന്നെ ഉപയോഗിച്ച് യൂറോപ്യൻസിന് മനസ്സിലാകുന്ന അവരുടെ ഭാഷ തന്നെ ഉപയോഗിച്ച് അവർക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തി അവർക്കെതിരെ എഴുതാൻ തുടങ്ങി. അങ്ങനെ അവരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സെക്ഷൻ. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. So thank you for watching the video. We'll meet you soon with the next video. Bye then, take care and goodbye.